ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ സൈഫൈ ബ്ലാക്ക് കോമഡി സീരീസാണ് ഫോളോ ഔട്ട്. ഇത് ഫോളോ ഔട്ട് എന്ന ഗെയിം സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. സോ ഫോളോ ഔട്ട് ഞാൻ കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ അഡാപ്റ്റേഷൻ എത്രത്തോളം ഗെയിമിനോട് ഒത്തു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ സീരീസ് ഇത് കാണാൻ നല്ല രസമുണ്ട്. ഒരു ബ്ലാക്ക് കോമഡി രീതിയിലാണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം എന്ന് പറയാം. കാരണം ഒരു നോർമൽ ഗെയിം അഡാപ്റ്റേഷൻ എന്നതിലുപരി ഗെയിമിലെ പല പല ക്യാരക്ടേഴ്സിന്, മെയിൻലി 3 ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ്, അതിൻ്റെ മെക്കാനിക്സ്, അങ്ങനത്തെ കുറേ അതിൻ്റെ ഒരു ലോർ, അതൊക്കെ നീറ്റായിട്ട് വളരെ ലെയ്മനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഗെയിം കളിക്കണം എന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. അല്ലെങ്കിൽ ഗെയിം കളിച്ചവർക്കായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. അല്ലെങ്കിൽ ചില സീരീസുകളൊക്കെ ബുക്ക് അഡാപ്റ്റേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ബുക്ക് വായിച്ചവർക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന പോലെ എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല. ഇതിൽ ഒരു പക്കാ ഗെയിം കളിക്കുന്നൊരു സെറ്റപ്പ് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ ഒരു RPG ഗെയിം കളിക്കുന്ന പോലെ അത് 3 ക്യാരക്ടേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളൂ. സോ മെയിൻലി 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിലൂടെ അവർ ടെറൈൻ, വേൾഡ് ബിൽഡിങ് നീറ്റായിട്ട് കാണിക്കുക. അത് റിപ്പീറ്റ് അടിച്ച് വരുമ്പോഴും ഇപ്പോൾ ഒരു ക്യാരക്ടർ വന്നു പോയ സ്ഥലത്തേക്ക് അടുത്ത ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ആ സ്ഥലം, ആ ഒരു ഏരിയ, ആ ഒരു പ്രിമൈസ് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. സോ അങ്ങനെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന് ഈ ഒരു 3 ക്യാരക്ടേഴ്സിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ ഈ സീരീസിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ് ഇൻട്രസ്റ്റിംഗ് ആണ്, അതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിലും അതിമനോഹരമാണെന്ന് പറയാം. കാരണം ആമസോൺ പ്രൈം വീഡിയോയുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഹയസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ ഹയസ്റ്റ് ബഡ്ജറ്റുള്ള സീരീസൊക്കെയാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട് ഈ വർഷത്തെ. ഐ തിങ്ക് ഇതിന് മുമ്പത്തെ നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ സീരീസ് ആയിരുന്നു. സോ അത്രയും പൈസ ഇവർ മുടക്കിയിട്ടുണ്ട്. ആ പൈസ മുടക്കിയിട്ടുള്ളത് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജോനാഥൻ നോളനാണ്. സോ ജോനാഥൻ നോളൻ്റെ വെസ്റ്റ് വേൾഡും പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടവർക്ക് ഉണ്ടാവുന്ന ഹൈപ്പ് എന്താണോ ആ ഒരു ഹൈപ്പിൽ കൂടത്തെയാണ് ഞാൻ ഈ സീരീസ് കണ്ടത്. ആൻഡ് ഇപ്പോൾ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല വെസ്റ്റ് വേൾഡിന് അത്രയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനിൽ പോകുന്ന വേറൊരു ജോണറിൽ പോകുന്നൊരു സാധനമാണ്. അത് HBO കയ്യിൽ നിന്ന് പുറത്തിറക്കുന്നത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ ലെവലിലാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതൊരു പക്ക ഗെയിം അഡാപ്റ്റേഷനാണ്. സോ അതിന് പറ്റാവുന്നതിൻ്റെ മാക്സിമം എക്സ്റ്റെൻഡിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ചും കൂടി കളർഫുള്ളാണ് ഈ സീരീസ്. ഇപ്പോൾ ഗെയിമിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ടെറൈൻസ്, ഇപ്പോൾ സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത് ഒരു വേസ്റ്റ് ലാൻഡിൽ വെച്ചിട്ടാണ്. സോ ഒരു വലിയ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അതും ഒരു വലിയ ഒരു വേൾഡ് വാർ 3 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ഒരു വേൾഡ് വാർ കഴിഞ്ഞ് ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 10-200 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വേൾഡാണ്, അല്ലെങ്കിൽ എർത്താണ് നമുക്ക് കാണിച്ചു തരിക. സോ ആ ഒരു എർത്തിൽ എങ്ങനെയാണ് പല പല ഗ്രൂപ്പ്സ്, ഇപ്പോൾ സർവൈവേഴ്സ് ആയിട്ടുണ്ടാവരും, പിന്നെ ഈ വോൾട്ടുകളിൽ പോയി ഒളിച്ച കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരുടെ ലൈഫ് എങ്ങനെയാണ്, ദെൻ ഈ പുറത്തുള്ള സർഫസ് ലെവലിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന മ്യൂട്ടൻസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവും, ഇങ്ങനത്തെ ദെൻ സോംബീസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. ഇങ്ങനെ പല പല തരത്തിലുള്ള, ഇതിൻ്റെ ഇടയിൽ പൈരേറ്റ്സ് പോലെ റൈഡേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ പല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ കഥയിൽ പ്രധാനമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ദെൻ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിലൊന്നാണ് നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആർമർ ഇട്ട്, നമ്മളിപ്പോൾ സീരീസിൻ്റെ ട്രെയിലറിലൊക്കെ കാണുന്ന ആ ഒരു ഐക്കോണിക് ആ ഒരു ആർമർ ക്യാരക്ടർ. സോ അവർക്കും ഈ സീരീസിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്നിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സെറ്റ് പീസസ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് അടുത്തടുത്ത് ഈ ഒരു വേൾഡിൻ്റെ അടുത്ത് എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉള്ളത് കൊണ്ടും ഈ സീരീസ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അടുത്തടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു ആകാംക്ഷ നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യും. ആൻഡ് ഇതിൽ കുറച്ച് എപ്പിസോഡ്, ഒരു 4-5 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പിന്നൊന്നും വലിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു ഫിനാലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ കുറച്ചൊന്നും ചവിട്ടിപ്പിടിച്ച് മെല്ലെ ആക്കുന്ന പോലെ എനിക്ക് പല സമയത്ത് ഫീൽ ചെയ്തു. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല സാറ്റിസ്ഫൈങ് വാച്ച് തന്നെയാണ് ഫോളോ ഔട്ട് എന്ന സീരീസ്. പ്രത്യേകിച്ച് സൈഫൈ, ഫാൻറ്റസി, ബ്ലാക്ക് കോമഡി സീരീസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് ഇതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളൊന്നുമില്ല, ഒരുപാട് ഗംഭീര ഐക്കോണിക് മൊമെൻറ്റ്സ് ഒന്നും സീരീസ് സമ്മാനിക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ ഒരു നല്ല ഗെയിം കളിച്ചൊരു ഫീല്, അത് നല്ല കുറേ വേൾഡ് ബിൽഡിംഗ് ഉള്ള നല്ലൊരു ഗെയിമിനകത്ത് പെട്ടാൽ നമ്മൾ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീൽ അതേപോലെ തന്നെ ലൈവ് ആക്ഷനിൽ ഇവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഗെയിമൊക്കെ കളിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള വലിയ ലോറുള്ള, വലിയ വേൾഡ് ബിൽഡിംഗ് ഉള്ള സീരീസുകളും സിനിമകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരാട്ടൊന്ന് കണ്ടുനോക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു ഷോ ആയിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടു. ഇതിന് 8 എപ്പിസോഡുകളാണുള്ളത്. എല്ലാ എപ്പിസോഡും ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. ഐ തിങ്ക് മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലും ഡബ് അടക്കം ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇംഗ്ലീഷിലാണ് കണ്ടത്, എനിക്കറിയില്ല ബാക്കിയുള്ള ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളത്. സോ ഓൾറെഡി ഈ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ ചെയ്യാൻ മറ്റൊരു കാണാം. നന്ദി.